ഹായ് ഓൾ, വെൽക്കം ടു സെയിൽ ചിയേഴ്സ്. ഇന്ന് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു 10-25 ചെറിയ ഉള്ളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 തക്കാളി. പിന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എത്ര പുളി വേണോ അതനുസരിച്ച് 2-3 കുടംപുളി തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം ഒരു 10 മിനിറ്റ്. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലൊരു 10-20 ചെറിയ ഉള്ളിയിട്ടൊന്ന് വതക്കണം. നിങ്ങൾക്ക് പുളി നല്ലോണം വേണ്ടാന്നുണ്ടെങ്കിൽ 1-2 കുടംപുളി എടുത്താൽ മതിയിട്ടുള്ളൂ. 3 എണ്ണത്തിന് കുറച്ച് കൂടുതൽ പുളി ഉണ്ടാവും. ഉള്ളി ഒന്ന് വതങ്ങിയ ശേഷം നമ്മൾ അതിൽ ആ 2 തക്കാളി എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തണം. തക്കാളി ഒന്ന് വതക്കിയെടുക്കണം. തക്കാളി ചെറുതായി അരിഞ്ഞാൽ വേഗം വതങ്ങി കിട്ടും. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടുമ്പോൾ അതിലൊരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉലുവയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മളതിൽ ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും നടുകെ കീറിയ പച്ചമുളക് 3 എണ്ണവും ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു, പിന്നെ ചേർത്തി, പക്ഷെ അത് വീഡിയോ എടുക്കാനും മറന്നു. ഇനി നമ്മൾ വതക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ഇതിൽ ചേർത്തണം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുലുക്കിയിട്ട് അതും ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കുടംപുളി കുതിർത്തി വെച്ചില്ലേ, ആ വെള്ളം കളഞ്ഞിട്ട് ആ പുളി മാത്രം അതിൽ ചേർക്കണം. ഈ പുളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളപ്പിക്കണം. പുളി ഒരു 10-15 മിനിറ്റ് തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. മീൻ ചേർത്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും. ഒരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോൾ മീനൊക്കെ ഒന്ന് വേകും. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുക. ഇനി ഒരു തടുക്ക പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കുക. എന്നിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ബാക്കിയുണ്ടല്ലോ, ചെറിയ ഉള്ളി, അതിനെ ചെറുതായി അരിഞ്ഞിട്ട് അതിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി മൂത്ത ശേഷം അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.